ദീപിക ഇമ്പാക്റ്റ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തനായ ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബംഗാളിൽ ജനിച്ച് മധ്യപ്രദേശിൽ വളർന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിൽ കഴിയുന്ന ഒരു ഭായി, എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭായി. കേരളത്തിലെത്തി ഏതാനും മാസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു. പക്ഷേ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാതെ കേരളത്തിൻ്റെ മണ്ണിൽ അധ്വാനിച്ചും പണിയെടുത്തും ഒരു വലിയ അതിജീവനത്തിൻ്റെ കഥയാണ് ഭായി സൃഷ്ടിച്ചത്. ഇപ്പോൾ 3 സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഇമ്പാക്റ്റ് പോയിന്റ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഭായിയുടെ ശരിക്കുള്ള സ്വദേശം എവിടെയാണ്? ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് ഡാർജിലിംഗ് പറയാണ്. പക്ഷേ ഞാൻ അവിടെ വളർന്നില്ല. വളർന്ന് ഞാൻ മധ്യപ്രദേശിലായിരുന്നു. ഇപ്പം ഛത്തീസ്ഗഡായി, രായ്ഗഡിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് ഞാൻ കുറേ വർഷം ശേഷം കേരളത്തിൽ വന്നു. ഓക്കെ. എങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? കേരളത്തിന് വന്ന സമയം ഞാൻ അവിടെ ഛത്തീസ്ഗഡിലെ കരാട്ടെ പഠിക്കുമായിരുന്നു. പഠിക്കുന്ന സമയം ഇവിടെ കരാട്ടെ നമ്മുടെ മാസ്റ്റർ ഉണ്ടായിരുന്നു, മീട്ടി മാസ്റ്റർ. പുള്ളി വന്ന് കേരളത്തിന് വാ, അവിടെ നമുക്ക് പഠിക്കാൻ. മാഷ് കേരളത്തിൽ നിന്നുള്ള ആളായിരുന്നു? അപ്പോൾ കോട്ടയത്തെ മീട്ടി മാസ്റ്റർ പറയും. പുള്ളി പണ്ട് തൊട്ട് അവിടെ കോട്ടയത്ത് കരാട്ടെ പഠിപ്പിക്കണം. അപ്പം ഞാൻ കേരളത്തിന് വന്നത്. കോട്ടയത്ത് വന്ന? അങ്ങനെ കോട്ടയത്ത്, ഡയറക്റ്റ് കോട്ടയത്ത്. ഏത് വർഷമായിരിക്കും കോട്ടയത്തേക്ക് വന്നത്? 88 ഇങ്ങനെ 90 ആ സമയത്ത് വന്ന. അതായത് കേരളത്തിലെ ആദ്യമായിട്ട് എത്തിയ ഭായിമാരിലല്ലേ, അന്യ സംസ്ഥാന ആൾക്കാരിൽ ഒരാളാണ്. കടുവാക്കുളത്ത് വന്ന ആളെയാണ്. കടുവാക്കുളത്താണ് ആദ്യം വന്നത്. കടുവാക്കുളത്ത് ആദ്യമായിട്ട് വന്ന ഭായിയാണ്. ഓക്കെ. എല്ലാവരും ഭായി എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേരെന്താണ്? ശരിക്കും പേര് ചന്ദ്രദീപ്. ഓക്കെ. ഈ നാട്ടിൽ എത്ര നാൾ കരാട്ടെ പഠിച്ചു? മധ്യപ്രദേശിൽ 5-6 വർഷം പഠിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞ് ആക്സിഡൻ്റ് ആയി. അപ്പോൾ 2 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെ നിർത്തി. ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിർത്തി. പിന്നെ പഠിക്കാൻ പോയില്ല. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛനമ്മ ചെറുപ്പത്തിന് മരിച്ച്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളി ജീവിച്ച് കാണത്തില്ല. എനിക്ക് ഇപ്പം പോണില്ല അവിടെ. പുള്ളി ആർമിയിലായിരുന്നു. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ കൂടെ നിൽക്കാനും പുള്ളിയുടെ കുടുംബം കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഞാൻ പിന്നെ എങ്ങനെ മാറി ഇങ്ങോട്ട് വന്നു. ചെറുപ്പത്തിനാണ് ഒരു 10-12 വയസ്സേ ഉള്ളായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് കോട്ടയത്ത് വരുമ്പോൾ? കോട്ടയത്ത്. ശരി. ഇപ്പോൾ എത്ര നാളായി ഈ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട്? വന്ന ശേഷം പോയിട്ടേ ഇല്ല. ഒരിക്കൽ പോലും പോയിട്ടില്ല? ഇല്ല. ശരി. മാതാപിതാക്കളൊന്നും അവിടെ ഇല്ലാഞ്ഞത് കാരണം പിന്നെ പോയി? നമുക്ക് നോക്കാൻ ആളില്ല കഴിഞ്ഞ് പിന്നെ എനിക്ക് പോകുന്നതാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കരാട്ടെ പഠിക്കാൻ വന്നിട്ട് പിന്നെ ഒരു കമ്പനി ജോലിക്ക് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിപ്പം ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായി കമ്പനിയിൽ വെച്ച്. കമ്പനിയിൽ വെച്ച് എന്താ ആക്സിഡന്റ് ഉണ്ടായേ? കൈ ആക്സിഡന്റ് ആയതാ. കൈ ആക്സിഡന്റ് ആയ മെഷീൻ്റെ ഇടയ്ക്ക് പൊടിക്കുന്ന മെഷീൻ, ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീൻ്റെ ഇടയ്ക്ക് കൈ പോയി. അങ്ങനെയാണ്. അത് എത്രാം വയസ്സിലായിരുന്നു? അത് കറക്റ്റ് നമുക്ക് പറയാൻ ആളില്ല. എത്ര പ്രായം എങ്ങനായി? കുഞ്ഞു പ്രായത്തിന് നമ്മുടെ ആൾക്കാരുണ്ടെങ്കിൽ നീ എത്ര പ്രായം എങ്ങനെയാണ് പറയാമല്ലോ. ഓക്കെ. അപ്പോൾ അന്നേരം ഇനിയിപ്പോൾ ഇവിടെ ആര് നോക്കും? ഒന്നാമത്തെ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഒരു കൈ നഷ്ടപ്പെട്ടു. കരാട്ടെ പഠിക്കാൻ വന്നതാണ്. കരാട്ടെ പഠിച്ച് ഇനി അത് തുടരാൻ പറ്റില്ല. ഇപ്പോൾ ജോലി ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ തുടരാൻ തന്നെ അങ്ങ് തീരുമാനിച്ചത്? ആരാണ് അതിനൊരു പ്രചോദനമോ സഹായമോ ഒക്കെ നൽകിയത്? സഹനം നമുക്ക് അയൽവക്കക്കാർ സഹായിച്ച് ഒരു വർഷത്തേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ. ഇപ്പം നമുക്ക് എങ്ങനെ ചുമ്മാ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ തന്നെ ഇപ്പോൾ ജോലി തുടങ്ങി. പിന്നെ നമുക്ക് അയൽവക്കം ഉണ്ടായിരുന്നു, ഒരു പമ്പറാണ്, ബാബുച്ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയാണ് പണി പഠിച്ചോ, കൈമേല തന്നെ പമ്പിങ്. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാ പണി ചെയ്യാം. അങ്ങനെ പുള്ളി വിളിച്ചു കഴിഞ്ഞ് പുള്ളിയുടെ കൂടെ പോയി ഇപ്പോൾ പണി പഠിച്ച്. ഇപ്പം ഞങ്ങളൊരു കൂട്ടുകാരുണ്ട്, മണൽകാർ തമിഴ്സർ രാജേഷ്. പുള്ളിയുടെ കൂടെ നമുക്ക് പണിയാണ് ഇപ്പം പ്ലംബിങ്ങാണ് പണി. ഓക്കെ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കല്യാണം ഒക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുവാന്ന് അറിയുന്നു. കല്യാണം കഴിച്ച ഒരു സംഭവം. ഞാനൊരു ഒരു ബിൽഡിംഗ് വർക്കറുടെ കൂടെ ഞാൻ സൂപ്പർവൈസർ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു പണിക്കാരുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് കല്യാണം വേണ്ടേ പറഞ്ഞ്. ഞാൻ പറഞ്ഞു നമുക്കൊരു കായില്ലല്ലോ, ആരൊരു പെണ്ണ് തന്നൂടെ ചോദിച്ചു. ഞാൻ തമാശായിട്ട് പറഞ്ഞ് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിക്കോളൂ.
പെണ്ണുണ്ടെങ്കിൽ കെട്ടിക്കോളാൻ പറഞ്ഞു. ആ ഒരു 2-3 മാസം കഴിഞ്ഞ് ഫോൺ വന്നു. എന്നെ വന്ന് ഭായി ഒരു പെണ്ണ് കാണാൻ പോകുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തമാശായിട്ട് പറഞ്ഞല്ലേ പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി പെണ്ണ് കണ്ട് അത് കഴിഞ്ഞ് കല്യാണം ഓർപ്പിച്ച്. എവിടെയുള്ളതായിരുന്നു? ചേർത്തല ചമ്മനാട് പറയും. മലയാളിയായിരുന്നു? മലയാളിയാണ്. പെൺകുട്ടി മലയാളി. ആ ഓക്കെ ഓക്കെ. അപ്പോൾ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ? അല്ല, ഞാൻ പെണ്ണ് കാണാൻ സമയം എൻ്റെ കാര്യം മൊത്തം പറഞ്ഞു. ഒരു ബ്രോക്കർ പറഞ്ഞു ഇങ്ങനെ സംഭവമാണ്. അപ്പോൾ കാണാൻ വന്നു. കാണാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി. അപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഓക്കെ. ഇപ്പം എത്ര മക്കൾ? ഒരു പെൺമക്കളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പം ബേക്കർ മെമ്മോറിയൽ 10 കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു. ബേക്കർ മെമ്മോറിയലിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കുന്നു. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ഈ പ്ലംബിങ് മാത്രമല്ല മറ്റ് ചില ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ കല്യാണ സമയത്ത് ജോൺ പോൾ പുള്ളി ഡയറക്ടർ. ഇപ്പം ജോർജ് പുള്ളി ഞാൻ കുന്നംപള്ളി വാടക താമസിക്കുകയായിരുന്നു. ആ സമയം പുള്ളി ഞാൻ രാവിലെ വീട്ടിലെ സമയത്ത് പുള്ളി നടന്നു പോവാം. ആ സമയം പുള്ളി ഡയറക്റ്റ് പഠിക്കാൻ പോവാം, ഡയറക്ടറായിട്ട് പഠിക്കാൻ പോവാം. അപ്പോൾ എൻ്റെ കൂടെ സംസാരിക്കും പുള്ളി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയറക്ടറായി കഴിഞ്ഞാൽ സിനിമ എടുക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരി അതെങ്ങനെ പറഞ്ഞു, എനിക്കിഷ്ടമാണ്, ഞാൻ സിനിമ എടുത്ത് കഴിയുമ്പോൾ സിനിമയൊക്കെ ഞാൻ വിളിക്കും. എനിക്ക് ഏത് സിനിമ കിട്ടിക്കഴിഞ്ഞ് ഞാൻ വിളിച്ച് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ശരിയാണ്, നമുക്ക് മനുഷ്യരെ ആഗ്രഹങ്ങളെ വേണ്ട പറയാൻ പറ്റുമോ? ആഗ്രഹമല്ല നമുക്ക് സാധിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞ് കുറേ വർഷ ശേഷം ഒരു 5-6 വർഷ ശേഷം എന്നെ വിളിച്ച്. പുള്ളി മറന്നില്ല. പുള്ളി ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന സമയത്ത് ചാപ്പാക്കുറിച്ച് സിനിമ ഉണ്ടായിരുന്നു. ചാപ്പാക്കുറിച്ച്. അപ്പോൾ പുള്ളി വിളിച്ച് ഭായ് സീനുണ്ട് 2-3 സ്ഥലത്ത് വരണം പറഞ്ഞു. അപ്പോൾ ഞാൻ പോയത് ആദ്യം ചാപ്പാക്കുറിച്ച് അഭിനയിച്ച്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ നമ്മുടെ KP പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടറായി. പുള്ളി വിളിച്ച് പുള്ളി പറഞ്ഞ് നമുക്ക് നിതിൻ പുള്ളി പറഞ്ഞ് നമുക്കൊരു ചെറിയ റോളുണ്ട്, നമ്മളെ വണ്ടി ഓടിക്കാൻ റോളുണ്ട്, അപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ചെറിയ റോളുണ്ട്. അപ്പോൾ 3ാമത്തെ പടം ജോൺ പോൾ ജോർജ് ഒരു പടം ഉണ്ടായിരുന്നു, ആശാൻ. ഒരു 3-4 മാസം കഴിഞ്ഞു മുമ്പേ. അപ്പോൾ ആ പടത്തിന് മിക്ക സ്ഥലത്തും ഉണ്ട് ഞാൻ. അതൊരു മികച്ച റോളായിരുന്നു. മികച്ച റോളാണ് പറഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്നു, ഡയലോഗും ഒക്കെ ആയിട്ട് നല്ലൊരു റോളായിരുന്നു, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു അല്ലേ? അപ്പം സിനിമയിൽ അഭിനയിക്കാൻ ഇനി താല്പര്യമാണ്? കിട്ടി കഴിഞ്ഞ് പോകണം, പക്ഷെ ഞാൻ സിനിമ തന്നെ നമുക്ക് പറ്റത്തില്ല പറഞ്ഞ് നമുക്ക് ഒരു സിനിമ കഴിഞ്ഞ് ഒരു 6 മാസം 1 വർഷം കിട്ടി കഴിഞ്ഞാൽ നടക്കും, ജീവൻ നമുക്ക് പോകണ്ടേ. അപ്പം കഴിഞ്ഞാൽ അത് കിട്ടിക്കേ നമുക്ക് പോവാം. ഈ ചില ആൾക്കാരുണ്ട് സിനിമ ആണ് മാത്രം മതി എന്ന് പറഞ്ഞ് പറ്റത്തില്ല നമുക്ക്. കുടുംബം ഉണ്ടല്ലോ, കുടുംബം നോക്കണ്ടേ, അതിനുവേണ്ടി മാത്രം നടക്കാൻ പറ്റത്തില്ല. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പൊ ഇതിനകം 3 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ആശാനിലെ നല്ലൊരു വേഷമായിരുന്നു, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന, പലരും പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു ആശാന് കിട്ടിയത്. അപ്പൊ സിനിമയിൽ ഇനി താല്പര്യം ഉണ്ടെങ്കിൽ അവസരം കിട്ടിയാൽ പോകാം. ഓക്കെ. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ഹൗസ് വൈഫാ. പുള്ളിക്കാരി ചെറിയ കട ഉണ്ട്, വീടിനോട് നോക്കണ. ഓക്കെ. ഈ ഇവിടെ കോട്ടയത്ത് താമസിക്കുന്ന വീട് വാടകയ്ക്കാണോ അതോ? അല്ല, അത് നമ്മുടെ പുറമ്പോക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം 22-ാം തീയതി വാടക കട എടുത്ത്. ഞങ്ങൾ താമസിക്കുന്ന പഞ്ചിക്കാട് കട എടുത്ത് നാട്ടക പഞ്ചായത്തിലെ അവിടെ ഒരു കട എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ആലപ്പുഴയിലെ ചേർത്തലയിലൊരു ചെറിയൊരു വീടുണ്ട് മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഭാവിയിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് പോവാം, അങ്ങോട്ട് പോകാം, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടം കോട്ടയമാണ് ഇഷ്ടം. അപ്പോൾ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടല്ലോ അറിയാൻ, അപ്പോൾ നമുക്ക് കോട്ടയത്തെ ഇഷ്ടം. ഓക്കെ. ഈ എങ്ങനെയുണ്ടായിരുന്നു? മലയാളികൾ ഒത്തിരി പേര് സഹായിക്കുകയും ആ കാലത്ത് വലിയൊരു പ്രതിസന്ധിയും, ഒന്നാതെ വളരെ ചെറുപ്പം, ആരെയും പരിചയമില്ല, നാട്ടിലേക്ക് വന്ന് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നു, ആകെ പ്രശ്നമായി. അപ്പോൾ ഭയങ്കര ഒരു കഥയാണ്. ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് ഞായറാഴ്ച ശനിയാഴ്ച അവിടെ എൻ്റെ കാണാൻ വേണ്ടി നാടുകാർ എല്ലാം വരും. അപ്പോൾ ചിലപ്പോൾ സെക്യൂരിറ്റി പറയുന്നത് പ്രധാനമന്ത്രിയുടെ കാണാൻ പോകുന്നത് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആശുപത്രി എത്ര ആൾക്കാരെ കൂടെ നമുക്ക് ബന്ധമുണ്ടായിരുന്നു. നാട്ടിലെല്ലാവരും വരും. അപ്പം നമുക്ക് കർണാടക ക്ലാസ് ആൾക്കാർ വരും, നാട്ടിലെല്ലാം വരും. കഴിഞ്ഞാൽ ശനിയാഴ്ച ഞായറാഴ്ച അവധി കിട്ടുന്ന ദിവസം, അപ്പോൾ സ്കൂൾ അവധി കിട്ടുന്ന പിള്ളേർ വരും.
ആ അപ്പോൾ പുള്ളി പറഞ്ഞ പ്രധാനമന്ത്രി കാണാൻ വന്നു എന്നെ ചോദിക്കണം. അത്ര ആൾക്കാരെ കണ്ടിട്ട് ആൾക്കാരെ കാണാൻ വേണ്ടി ആശുപത്രി വരുമായിരുന്നു. പിന്നെ ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞപ്പം അയൽക്കാരൊക്കെയാണ് സഹായിച്ചത്? അയൽക്കാരും ഇഷ്ടംപോലെ സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആണോ? ഓക്കെ. എപ്പോഴെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആഗ്രഹമില്ല. ഇല്ല, കേരളത്തെയാണ് ഇഷ്ടം. അതന്നെ, കേരള മലയാളികളെ, പിന്നെ കേരളത്തെ മലയാളികളെയും വളരെ ഇഷ്ടമാണ്. നമ്മുടെ ആ രീതിയിൽ വളർന്നു പോയി. ജനിച്ച മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാ സഹകരണ കേരളത്തിനായി കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാൻ തോന്നത്തില്ല. കാരണം ആ വീട്ടിലെ ആളില്ല. ഇപ്പോൾ വസ്തു ഉണ്ടോ ഈ സ്ഥലം ഉണ്ടോ എനിക്ക് തന്നെ അറിയത്തില്ല. അവിടെ ഉണ്ടായിരുന്നോ ഇല്ല അറിയത്തില്ല. നമുക്ക് പോയില്ല. ചെറുപ്പത്തിൽ നമുക്ക് ഒരു പറയാൻ ആൾക്കാരില്ലല്ലോ, നിങ്ങൾക്ക് അത്ര വസ്തു ഉണ്ട് എങ്ങനെയുണ്ട്. ആ കാരണം ഞാൻ പിന്നെ അവിടെ ആഗ്രഹമില്ല. സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അതോ ഇല്ലായിരുന്നു? ഒരാളോ ഉള്ളായിരുന്നു. ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്? കേരളത്തിന് ഇഷ്ടംപോലെ ഞാൻ പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ വേണ്ടി അവധിയായി കഴിഞ്ഞ് കൊച്ചിയായിട്ട് നമ്മുടെ കന്യാകുമാരി പോകും, ഇടയ്ക്ക് പാലക്കാട് പോയി, എറണാകുളം പിന്നെ നമുക്ക് ഇടയ്ക്ക് സൂട്ടുണ്ടെങ്കിൽ പോവും. എല്ലായിടത്തും പോയി. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. മലയാളം ചിലപ്പം ആൾക്കാർ നോക്കും, ഇത് ഹിന്ദിക്കാർ മലയാളം സംസാരിക്കത്തില്ല, ഹിന്ദി സംസാരിക്കും. അപ്പം ഞാൻ പറയാം ഞാൻ മലയാളം അറിയാം, എന്നെ പറയണം. അപ്പം എൻ്റെ സംസാരം കേട്ട് അമ്മമാരെ ചോദിക്കുക ഇങ്ങനെ പഠിച്ചോന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം കേരളത്തിൽ വന്ന് ഒരു 2-3 ആഴ്ച പട്ടിണി കാണുന്നു, കാരണം മലയാളം അറിയത്തില്ല. എവിടെ ആൾക്കാർക്ക് ഹിന്ദി അറിയത്തില്ല. ആ സമയം ഹിന്ദി അത്ര ആൾക്കാർ പരിചയം ഇല്ലല്ലോ. ഈ ഗൾഫുകാരെ പോകുന്ന ആൾക്കാർ മാത്രം സംസാരിക്കുമായിരുന്നു. ഈ കടകൾ, ചെറിയ കടകൾ പണ്ട് ആ കാലം വന്നു കഴിഞ്ഞ് ആ കാലമായിരുന്നു. ആ കാലം ടി വി പോലും ഇല്ലാത്ത കാലം, ബ്ലാക്ക് ആൻഡ് ടി വി കാലത്ത് നമ്മുടെ ഇവിടെ വന്നത്. ആ സമയം പിന്നെ ഹിന്ദി പറയുന്ന സാധനം അറിയത്തില്ല. പിന്നെ പയ്യെ മലയാളം പിള്ളേരെ വന്നപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരെ 4 വന്ന് കഴിഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ മലയാളം പഠിപ്പിക്കും. അവർ പഠിപ്പിക്കും കുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ കൂട്ടുകാരന്മാർ ഒരു പ്രായം ഉണ്ടല്ലോ. അപ്പം ആ സമയത്ത് കൂട്ടുകാരന്മാർ ഒരു 5-6 പഠിക്കുന്ന പിള്ളേർ വന്ന് നമ്മൾ പഠിപ്പിക്കും, ഇങ്ങനെ പഠിക്കും. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് മലയാളം ആദ്യം പെട്ടെന്ന് പഠിച്ച് വായിക്കാനോ അറിയാം? വായിക്കാൻ അറിയാം. പക്ഷെ എഴുതാനാണ് ബുദ്ധിമുട്ടോ. ബസ്സിന്റെ ബോർഡൊക്കെ അത് ഞാൻ എവിടെ പോയാലേ, ഞാനിപ്പോൾ വേറെ സ്ഥലം പോയാൽ ആദ്യം ഞാൻ ബോർഡ് വായിക്കുന്നത് കോട്ടയം. ഫസ്റ്റ് വായിച്ച കോട്ടയം. അപ്പോൾ കോട്ടയം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടി എവിടെ കയറിയാലും കോട്ടയത്ത് അവസാനം അറിയാം. കോട്ടയത്ത് ഇറക്കുമല്ലോ. അവിടെ നിന്ന് നമുക്ക് കടക്കളം പോലെ നടന്നു പോയാൽ ഓട്ടോ കിട്ടുമല്ലോ. അതാണ് ആദ്യം പഠിച്ച കോട്ടയം. ഇപ്പോൾ ഈ ഇവിടെ വന്ന് പലരും ഈ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നവർ ചിലപ്പോഴും ഇങ്ങനെ ചില കുറ്റകൃത്യങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടാറുണ്ടല്ലോ. ഈ ഇതായിട്ട് വരുന്നവർ ചിലപ്പോൾ അവിടെ വല്ല കുറ്റമൊക്കെ ചെയ്തവർ ഇവിടെ വന്നിട്ട് ഒളിച്ച് താമസിക്കും, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരോടൊക്കെ എന്താണ്, അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അവരോടൊക്കെ എന്തെങ്കിലും? ഇല്ല, ഞങ്ങൾ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് സൈഡ് നമ്മുടെ ഇപ്പം ഗോർഖാലൈൻ സൈഡ്. അതേപോലെ അല്ല, ആസാം പറഞ്ഞ വേറെ സെക്ഷനാണ്. അതും ആസാമിന് വേറെ മൈൻഡ്. അത് നമ്മുടെ കൂടെ ബന്ധമില്ല. നമ്മുടെ സംസാരിക്കുന്ന അമ്മമാരെ വേറെ വർത്താനം പറയണം, ഞങ്ങൾ വേറെ സംസാരിക്കണം. അപ്പം അമ്മയുടെ കൂടെ നമുക്ക് ബന്ധമില്ല, കാണുന്നൊരു തോന്നും. പക്ഷേ ഞങ്ങൾ വേറെ രീതിയാണ്, അവരുടെ രീതികളല്ല. അവിടുന്ന് വരുന്നവരാണോ കൂടുതലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന? അസം പറയണ, പക്ഷെ ആസാംകാരല്ല, പകുതി പറഞ്ഞ ബംഗ്ലാദേശാണ്. ബോർഡർ അല്ലേ. അപ്പം പറഞ്ഞ അറിയത്തില്ലല്ലോ, അവിടെ നിന്ന് നുഴഞ്ഞു കയറി വന്ന് പറയാൻ പറ്റുക. കയറും. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല ആരാണ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് അത്ര ടച്ച് ഇല്ല. അവരുമായിട്ട് മലയാളികളുമായിട്ടാണ് ബന്ധം കൂടുതൽ. ഓക്കെ. അപ്പോൾ ഈ ജോലിയിൽ ഇപ്പോൾ ഈ നമ്മുടെ കൈ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. ഓക്കെ. ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഏത് കാര്യം ചെയ്യാൻ പറ്റും ചെയ്യും, പറയും ചെയ്യാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ ശ്രമിച്ച് നോക്കും. അത്ര നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന കാര്യം നമ്മുടെ അല്ലേ? സ്കൂട്ടർ ഓടിക്കും, വെള്ളം കോരം എല്ലാം ചെയ്യും. ചിലപ്പോൾ മോട്ടർ, നമുക്ക് വെള്ളത്തിന് മോട്ടർ ചിലപ്പോൾ എപ്പോൾ എനിക്ക് വണ്ണം കൂടിയ കാരണം ഞാൻ കിണറ്റി ഇറങ്ങുന്നില്ല. ഇപ്പം പണ്ട് കിണറ്റി ഇറങ്ങുമായിരുന്നു, നേരത്തെ കിണറ്റി ഇറങ്ങുമായിരുന്നു. ഈ ഒരു കയ്യിലെ ബലത്തിൽ ഇറങ്ങുമായിരുന്നു. പിന്നെ പ്രായം കൂടെ ആയില്ലേ, അപ്പം നമ്മൾ സൂക്ഷിക്കണം. ഭയങ്കര കരാട്ടെ പ്രേമി ആയിരുന്നല്ലോ. അപ്പൊ മകളെ കരാട്ടെ പഠിപ്പിക്കുവോ അങ്ങനെ എന്തെങ്കിലും? മകൾക്ക്
ആ ഭാഗത്ത് താല്പര്യക്കുറവ്. പിള്ളേർക്ക് അമ്മയുടെ അച്ഛനമ്മ പോലെയല്ല മക്കളെ. ഇപ്പോഴത്തെ പിള്ളേർ വേറെ രീതിയാണ്. ആ ഉവ്വ. നമുക്ക് പറയുന്ന രീതിയില്ല. നമുക്ക് അമ്മനെ എന്നാ പറഞ്ഞാൽ ചെയ്തോളൂ, ചെയ്യിക്കാൻ പറ്റുള്ളൂ. അമ്മരെ ഇപ്പം പറഞ്ഞാൽ ഞാൻ കറാട്ടെ പഠിക്കുക, നീ കറാട്ടെ പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ആകെ ഞാൻ മകൾക്ക് ഹിന്ദി പറയുമോ മകള്? ഹിന്ദി അറിയത്തില്ല, ഇപ്പം പയ്യെ പറയുള്ളൂ. കേട്ടാൽ മനസ്സിലാവുമായിരിക്കും. കേട്ടാൽ മനസ്സിലാവും. ഇപ്പം സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞ ഹിന്ദി ഒന്നും അറിയാതെ ഇപ്പം ചെറിയ ചെറിയ ഹിന്ദി പറയും, വർത്തമാനം കേൾക്കും, മനസ്സിലാവും. മലയാളം നന്നായിട്ട്. മലയാളം അല്ലേ, അമ്മ മലയാളി അല്ല. അത് കഴിഞ്ഞ ആ രീതിയിലാണ്. വേറെ ഒരു ചിരി പറഞ്ഞുണ്ട്. അമ്മ മകൾ പോയി കഴിഞ്ഞ് ചലക ചെയ്ത മകളാണ് ചോദിക്കണം, മകളെ ചോദിക്കാൻ അമ്മ ആണ് ചോദിക്കണം. അച്ഛൻ ഞാനെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ചിരി പറഞ്ഞുണ്ട്. ചില സ്ഥലത്ത് ചോദിക്കും, ഇത് ചേച്ചിയുടെ മകളാണ് ചോദിക്കുന്നത്. ശരി. അബദ്ധം പറ്റുന്നു. അത് അച്ഛൻ്റെ കൂടെ പോകുന്നില്ലല്ലോ, അമ്മ മകള് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലുക്ക് മകൾക്ക്. അപ്പോൾ അമ്മനെ ചോദിക്കുന്നത് ചേച്ചിയുടെ മകളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇമാരെ ചിരിക്കും രണ്ടുപേരും നോക്കിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അതിജീവനത്തിൻ്റെ കഥയാണ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എല്ലാവരും തകർന്നു പോകുന്നുവോ, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയോ, അല്ലെങ്കിൽ ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥ. പക്ഷെ അവിടെ ബായി വളരെ ധൈര്യപൂർവ്വം ജീവിതത്തെ നേരിടുകയും. നമ്മുടെ നാട്ടിൽ പോയാൽ ആരും നോക്കും, അച്ഛനമ്മയില്ല, സാഹചര്യം അമ്മത്തിന് സാഹചര്യമായിട്ട് ആ രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതെല്ലാവരും പറഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ലല്ലോ, അമ്മ ദൈവം ഒരു വഴി കാണിക്കും, ആ രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ പറഞ്ഞ അയ്യോ മേല വന്ന് ഈ ചുമ്മാ കറങ്ങി നിൽക്കും, ഒന്നും ചെയ്യാനില്ല, എനിക്ക് അമ്മ ധൈര്യം വേണം, നേരിടുക. ഓക്കെ. എവിടെ വരെ വരും അവിടെ വരെ പോവാ. ഓക്കെ. ഈ കമ്പനിയിൽ വെച്ച് രാത്രിയിലാണോ ആക്സിഡന്റ് ഉണ്ടായത്? ഒരു 3-4 മണി കഴിഞ്ഞ്. പുലർച്ചെയോ? പുലർച്ചെ. ശരി. അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അന്നേരം? പനിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് ആശുപത്രി കൊണ്ടുപോയത്? അല്ല, പുള്ളി വിളിച്ച് ആൾക്കാർ നാടുകാരൻ വന്നിട്ട് കൊണ്ടുപോയത്. ശരി. അപ്പോൾ ആശുപത്രിയിൽ ആരാ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നത്? സഹായിക്കാൻ ഞങ്ങൾ ഈ കരാട്ടെ പഠിക്കുന്ന ക്ലാസ്സിലെ പിള്ളേർ വരുവായിരുന്നു. കരാട്ടെ നൈറ്റ് നിൽക്കാൻ വേണ്ടി, കൂടെ നിൽക്കാൻ വേണ്ടി. അത് ശരി. പിന്നെ പെട്ടെന്ന് കരിഞ്ഞു. പെട്ടെന്ന് കരിഞ്ഞ ഒരാഴ്ച ആശുപത്രി നിന്ന്. അപ്പോൾ എനിക്ക് ഇത് ബീഡി പോലെ വെള്ളാടി ഇല്ലല്ലോ. അത് ഞാൻ ഇങ്ങനെ കുടിക്കണില്ല. കാരണം നമുക്ക് മുറി പെട്ടെന്ന് ഉണങ്ങും ഡോക്ടർ പറയണ. അമ്മ ഈ വെണ്ടതിനെ ഉപയോഗിച്ച് കഴിഞ്ഞ് ബുദ്ധിമുട്ടാവും, പ്രശ്നമാവും പറഞ്ഞു. അപ്പോൾ ബീഡി വലിക്കാതെ അതിലൊക്കെ പോലെ നിൽക്കത്തില്ലായിരുന്നു. അപ്പം പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് എൻ്റെ മുറി കരഞ്ഞ് ഉണങ്ങി. എല്ലാം ഉണങ്ങി. ഓക്കെ. ഇപ്പോഴും വീഡിയോ വലി അതിനോടെല്ലാം വിരക്തിയാണോ? അതൊന്നും ഇല്ല. ഞാൻ വീഡിയോ വലി മദ്യവലി ഇല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കേസേട്ടാ. ലഹരി അങ്ങനത്തെ സംഭവങ്ങളില്ല. അത് വലിയൊരു മാതൃകയാണ്. പലപ്പോഴും ഇവിടെ വന്ന് പലരും ഡ്രഗ്സ് കൊണ്ട് വിൽക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബായി അവർക്കെല്ലാം ഒരു മാതൃകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കുട്ടികളോടൊക്കെ പറയും അത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇപ്പം കുട്ടികൾ പറയാനേ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കുട്ടികൾ വേറെ ലെവലാണ്. നമ്മളോട് വലിക്കലെ പറഞ്ഞാൽ ചിലപ്പം 10 പേരാണ് തള്ളാൻ വരും. നീ ആരെ എന്നെ ചോദിക്കാൻ പഠിപ്പിക്കാന്, നീ നിന്റെ പണി നോക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം കുട്ടികൾ ഒന്നും പറയാൻ പറ്റത്തില്ല, കാലം മാറി, നമ്മുടെ കാലമല്ല. അപ്പോൾ ഈ മലയാളികളോട് എന്താണ് ബായിക്ക് പറയാനുള്ളത്? മലയാളികൾ എന്നാ പറയണേ, എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ മലയാളികൾ ഇവിടെ കേരളത്തിന് എല്ലാവർക്കും നന്ദി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സന്തോഷം. ഇന്ന് നമുക്ക് വേറിട്ട ഒരു അതിഥി കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണും. വളരെ വ്യത്യസ്തമായ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ബായി നമ്മുടെ മുന്നിൽ പറഞ്ഞത്. പലരും അന്യസംസ്ഥാനത്തു നിന്ന് എത്തുന്നവരെ പ്രശ്നക്കാരെന്ന രീതിയിൽ മാറ്റി നിർത്തുമ്പോൾ ഇതൊരു മലയാളിയെന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിൽ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി കേരളത്തിലെ മലയാളികളുടെ സ്വന്തമായ ബായി ജീവിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി. എല്ലാവർക്കും നമസ്കാരം. നന്ദി.